ജീവിതം ഒരു യാത്രയാണ്. ഈ യാത്രയിൽ സന്തോഷവും സങ്കടവും ജയവും പരാജയവും അപ്പ് ആൻഡ് ഡൗൺസും ഒക്കെ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് അല്ലേ? എന്നാൽ ചില ആൾക്കാർക്ക് ഈ യാത്ര അവസാനിക്കുന്നത് അവരുടെ മുറിക്കുള്ളിൽ തന്നെ ആയിരിക്കും. അതായത് സോഷ്യലായിട്ടുള്ള അവരുടെ ഇൻട്രാക്ഷൻസുകൾ അല്ലെങ്കിൽ സമൂഹവുമായിട്ടുള്ള അവരുടെ ഇടപെടലുകൾ ഒക്കെ അവര് വേണമെന്ന് വെച്ചതുകൊണ്ട് തന്നെ ഇല്ലാതാക്കും. എന്നിട്ട് അവരിൽ തന്നെ ഒതുങ്ങിക്കൂടി ജീവിക്കാൻ തുടങ്ങും. അവരാരോടും മിണ്ടില്ല, എവിടെയും പോവില്ല, തന്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം ആ റൂമിനകത്ത് തന്നെ വെച്ച് അവർ ജീവിക്കും. ഈ അവസ്ഥയെയാണ് നമ്മൾ ഹിക്കിക്കോമോറി സിൻഡ്രോം എന്ന് പറയുന്നത്. ഇതാദ്യമായി റിപ്പോർട്ട് ചെയ്തത് ജപ്പാനിലാണ്. എന്നാൽ ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ആൾക്കാർ ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ട്. ഇത് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാകുന്ന ഒരവസ്ഥയല്ല, മറിച്ച് മാസങ്ങളോളമോ വർഷങ്ങളോളമോ തന്നിൽ തന്നെ ഒതുങ്ങി സോഷ്യലി ഒരു ഇന്ററാക്ഷനും ഇല്ലാതെ ജീവിക്കുന്ന ഒരു തരം അവസ്ഥയാണ്. ഒരുപക്ഷെ പഠനത്തിലുണ്ടായ അവരുടെ ടെൻഷൻ, ജോലിയിലുണ്ടായ സമ്മർദ്ദം, ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ ആരുടെയെങ്കിലും വിയോഗങ്ങൾ, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി നേരിടേണ്ടി വന്ന തോൽവി, താൻ എന്ത് ചെയ്താലും തോറ്റുപോകുമോ എന്ന അഗാധമായ ഭീതിയൊക്കെ ഹിക്കിക്കോമോറി സിൻഡ്രോത്തിന്റെ കാരണങ്ങളാവാം. ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്, പക്ഷെ പരിഹാരമില്ലാത്ത ഒരു പ്രശ്നമല്ല. സിവിയർ ആയിട്ടുള്ള സോഷ്യൽ വിഡ്രോവൽ ആണ് ഹിക്കിക്കോമോറിയുടെ പ്രധാന ലക്ഷണം. സോ നിങ്ങളോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ഹിക്കിക്കോമോറി സിൻഡ്രോം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു പ്രൊഫഷണലിന്റെ ഹെൽപ്പ് സീക്ക് ചെയ്യുക, നിങ്ങളുടെ മാനസിക ആരോഗ്യം സംരക്ഷിക്കുക.